ഹലോ മക്കളെ, നിങ്ങൾ ചോദിച്ചു, ഞാൻ കേട്ടു നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആനുവൽ എക്സാമിന്. ഓക്കെ മക്കളെ, പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ഈ ചാപ്റ്റർ ഇത്ര മാർക്ക് ഇത്ര വരുന്ന ഒരു പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ എക്സാം 2025 നടന്ന ഫൈനൽ എക്സാമിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത് ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ആനുവൽ പേപ്പറിൽ എന്തുകൊണ്ടോ സെക്കൻഡ് ടേമിന് ഭയങ്കര മാർക്ക്, നമ്മുടെ സെക്കൻഡ് ടേമും കഴിഞ്ഞ ചാപ്റ്റർ ഭയങ്കര വെയിറ്റേജും ഫസ്റ്റ് ടേമിന് ബെയർലി എന്തെങ്കിലും വെയിറ്റേജും ഉള്ളൂ. ഓക്കെ, അപ്പം കണ്ണും പൂട്ടി ഇത് വിശ്വസിക്കേണ്ട. ചിലപ്പോൾ ഇങ്ങനെ ആവാം ഈ വർഷത്തെ എക്സാം. പക്ഷേ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കാൻ നോക്കുക, സ്മാർട്ടായിട്ട് എക്സാം എഴുതാൻ നോക്കുക. ഇത് ഏകദേശം 100 മാർക്കിന് ചോദിക്കും, 80 മാർക്കാണ് നിങ്ങൾക്ക് മാക്സിമം മേടിക്കാൻ പറ്റുക. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ചോദിച്ച വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഇതാ, പാർട്സ് ഓഫ് സർക്കിളും പ്രിസം. നോക്കിയേ, 18ഉം 21 മാർക്ക്. ഈ രണ്ട് ചാപ്റ്ററിനെ പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവേണ്ടവർക്ക് പാസ്സാവാം. ഓക്കെ, 18ഉം 21ഉം പാർട്സ് ഓഫ് സർക്കിൾ അത്യാവശ്യം ഈസി ചാപ്റ്റർ, പ്രിസമും വലിയ ടഫൊന്നും അല്ലാത്ത ചാപ്റ്ററാണ്. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ അവിടെയാണ്. ഓക്കെ, പിന്നെ വരുന്ന ഏതാ വെയിറ്റേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുക, ഇവിടെ 9 മാർക്ക് പോളിനോമിയൽ പിക്ചേഴ്സ്. ഓക്കെ, പോളിനോമിയൽ പിക്ചേഴ്സ് സിമ്പിളാ. പോളിനോമിയൽ പിക്ചേഴ്സ് പഠിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും പോളിനോമിയൽസും കൂടെ പഠിച്ചുകൂടെ, അതൊരു കാറ്റഗറി വരും. പിന്നെ മക്കളെ, ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരിക്കലും ആരും വിട്ട് കൊടുക്കരുത്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചു, അത്ര നല്ല കാര്യം. ആക്ച്വലി 3 ക്വസ്റ്റ്യൻ അല്ലേ, 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ എത്ര സ്റ്റാറ്റിസ്റ്റിക്സ് ചോദ്യം കിട്ടുകയാണ് അത്ര ആൻസർ ചെയ്യുക. കാരണം അത്രയും ഈസി ആയിട്ട് മാർക്ക് കിട്ടുക, കുറേ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട, സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, പിന്നെ മക്കളെ, നമ്മൾ പ്രതീക്ഷിക്കുക സിമിലർ ട്രയാങ്കിൾസ് ഒക്കെ ഒരു ഹെവി ചാപ്റ്ററാണ്. പക്ഷേ ആകെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ വർഷം ചിലപ്പോൾ അത് ഇവിടെ മാറിയിട്ട് 10 ആവാം, 15 ആവാം, എന്ത് വേണമാവാം, എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പാരലൽ ലൈൻസ് വന്നിട്ടുണ്ട്, സിമിലർന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പെയർസ് ഓഫ് ഇക്വേഷൻ കുറേ വന്നിട്ടില്ല. പിന്നെയും വന്നത് സർക്കിൾ മെഷേഴ്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, സർക്കിൾസ് ചാപ്റ്റർ നല്ല ഹെവി ആയിട്ട് ഇവർ കരുതിയിരുന്നത് സർക്കിൾ മെഷേഴ്സും സർക്കിൾ പാർട്സ് ഓഫ് എ സർക്കിളും. നിങ്ങൾ ചെയ്യേണ്ട എന്താണ് മക്കളെ, Day 1, Day 2, Day 3 ഞാൻ മൊത്തം 9ാം ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുപോരാതെ ഇന്ന് നിങ്ങൾ കാണുമ്പോൾ 23rd 1, 2, 3 മാർക്കിന് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യും. 4, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ 24th പിന്നെ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കാണാൻ മറക്കരുത്. പിന്നെ മക്കളെ, SSLCയിൽ ഇപ്പോഴെങ്കിലും തോന്നുകയാണ് നിങ്ങൾ അവസാനം പഠിച്ച് തീരുന്നില്ല, മാർക്ക് കിട്ടുമെന്ന് സംശയമൊക്കെ ആണെങ്കിൽ, ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ SSLCയിൽ ആ മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. ആദ്യം മുതലേ അടിപൊളിയായിട്ട് പഠിക്കുക. 2 ദിവസം കൂടി നിങ്ങൾക്ക് SLC ലക്ഷ്യ പ്ലസ്സില് ഓക്കെ റിവിഷൻ ബാച്ചും സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കൂടിയും കിട്ടുന്ന ബാച്ചിന് ഫീ റിഡക്ഷൻ ഉണ്ട്. 4990 ജോയിൻ ചെയ്യാൻ താല്പര്യം വേഗം അഡ്മിഷൻ എടുക്കുക. SSLC അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും, നമ്മൾ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാനുള്ള വഴിയാണത്. ഓക്കെ, അപ്പം അടുത്ത ഇത് വീഡിയോ ആണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.